കോട്ടയത്ത് മുന്നണി മാറ്റം UDF പ്രചരണ ആയുധമാക്കുന്നതിനിടെ മറുപടിയുമായി തോമസ് ചാഴിക്കാടൻ രംഗത്ത്. UDF കാരണമാണ് കേരള കോൺഗ്രസ് എം മുന്നണി വിട്ടത്. കേരള കോൺഗ്രസ് എം ആരെയും ചതിച്ചിട്ടില്ല. UDFിൽ നിന്നും പുറത്താക്കിയവർക്ക് കൊടുത്ത മറുപടിയാണ് ഇടതുമുന്നണി പ്രവേശനമെന്നും തോമസ് ചാഴിക്കാടൻ. ഞങ്ങളെ പുറത്താക്കിയിട്ട് ഞങ്ങൾ പുറത്തു കിടന്ന് കൈയും കാലും അടിച്ചു കിടക്കും എന്ന് ധരിച്ചവർക്ക് കൊടുത്ത മറുപടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് ഞങ്ങൾ പോയത്. ഞങ്ങൾ ആരെയും ചതിച്ചിട്ടില്ല. ഞങ്ങളെ പുറത്താക്കിയപ്പോൾ രാഷ്ട്രീയമായ നിലനിൽപ്പ് ഞങ്ങൾക്ക് അനിവാര്യമായിരുന്നു. ആ അനിവാര്യതയുടെ പേരിൽ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് ചേർന്നു. ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങൾക്ക് എല്ലാവിധ സംരക്ഷണവും നൽകിക്കൊണ്ട് മുമ്പോട്ട് പോകും. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ചേരുന്നു. ഗുഡ് മോർണിംഗ് ടോബി, പറയൂ വിശദാംശങ്ങൾ. SKN ഗുഡ് മോർണിംഗ്. എന്തായാലും തെരഞ്ഞെടുപ്പ് ചൂട് കോട്ടയത്ത് അത് അങ്ങനെ തന്നെ പോവുകയാണ്. എന്തായാലും ഇപ്പോൾ സജീവ ചർച്ചയായിരിക്കുന്നത് കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റം തന്നെയാണ്. കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും നയിക്കുന്ന സമരാഗ്നി കോട്ടയത്ത് വന്നിരുന്നു. അപ്പോൾ ആ ഒരു യോഗത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു യാത്രക്കിടയിലാണ് അതിരൂക്ഷമായിട്ടുള്ള വിമർശനം. ഇതൊരു ചതിയാണ്. അതായത് UDF സ്ഥാനാർത്ഥിയായി ജയിച്ചതിന് ശേഷമാണ് തോമസ് ചാഴിക്കാടൻ LDFിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ ഇതൊരു മുന്നണിയെ തന്നെ ചതിച്ച ഒരാളാണ് തോമസ് ചാഴിക്കാടനും കേരള കോൺഗ്രസും. അതുകൊണ്ട് തന്നെ അവർക്ക് അതിന്റേതായിട്ടുള്ള മറുപടി കൊടുക്കണം എന്നുള്ള തരത്തിൽ പ്രസംഗങ്ങൾ KPCC പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും സതീശന്റെ ഭാഗത്തു നിന്നും എല്ലാം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു വിശദീകരണവുമായി തോമസ് ചാഴിക്കാടൻ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. ചതിച്ചത് തങ്ങളല്ല, തങ്ങൾ അങ്ങനെ ചതിച്ചിട്ടില്ല, തങ്ങളെ പുറത്താക്കുകയായിരുന്നു, UDFിൽ നിന്നും പുറത്താക്കുകയായിരുന്നു. അവസാന നിമിഷം വരെ ചർച്ചകൾ നടന്നപ്പോൾ പ്രശ്നം പരിഹരിക്കുമെന്നാണ് അറിഞ്ഞിരുന്നത്. പക്ഷേ അന്ന് UDF കൺവീനർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അവർ ഇനി പുറത്താണ് എന്നുള്ള തരത്തിലുള്ള പ്രതികരണം UDF കൺവീനർ നടത്തിയത് എങ്ങനെയാണെന്ന് തങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഒരു പുറത്തായ തങ്ങൾക്ക് അഭയം തന്നത് LDF ആണ്. അങ്ങനെയാണ് തങ്ങൾ LDFിന്റെ ഭാഗമായത് എന്നാണ് ചാഴിക്കാടനും കേരള കോൺഗ്രസ് എമ്മും വിശദീകരിച്ചിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് രംഗം കൊഴുക്കുമ്പോൾ ഈ ഒരു വിഷയം സജീവ ചർച്ചയായിട്ട് മാറുകയാണ്. UDF ഈ മുന്നണി മാറ്റം സജീവ ചർച്ചയാക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ UDFിനെ ചതിച്ചൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ചതിച്ചവരാണ് കേരള കോൺഗ്രസ് എം എന്നുള്ള അത് വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തോമസ് ചാഴിക്കാടനും അതിന് മറുപടിയായിട്ട് വന്നിരിക്കുന്നത്. മറ്റ് നിരവധി വിഷയങ്ങൾ രാഷ്ട്രീയമായിട്ടൊക്കെ ഉണ്ടെങ്കിലും ഇതും വരും ദിവസങ്ങളിൽ വീണ്ടും ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. SKN. ഓക്കെ, താങ്ക് യു ടോബി ജോൺസൺ. ബേബി അമാലു പറയുന്നു, തൃശ്ശൂരിലെ അരിമ്പൂർ പഞ്ചായത്തിൽ വെള്ളമില്ലാതെ 2 ആഴ്ച കടന്നു പോകുന്നു. കുടിവെള്ളം എത്തിക്കണം. കുടിവെള്ളം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ നാട്ടുകാർ കഴിഞ്ഞു പോകും?